പലരും ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ കീഴിലൊക്കെ ദർസിലൊക്കെ പഠിച്ച ആളുകളുണ്ട്, വളാഞ്ചേരിയിലൊക്കെ ഉസ്താദിന്റെ കൂടെ നിന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വളാഞ്ചേരിയിലുള്ള ആളുകൾ അന്ന് വീടുകളിൽ വെച്ച് നൽകിയിരുന്ന വലിയ ഭക്ഷണം, മറ്റുള്ള സൗകര്യങ്ങൾ, അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ്. അതൊന്നും മോശമാണെന്നല്ല, ഇന്നിപ്പോ അത്തരം കാര്യങ്ങൾക്കൊക്കെ നമുക്ക് വലിയ പ്രയാസമാണ്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? അവിടെയുള്ള ഓരോ മുതഅല്ലിമീങ്ങൾക്ക് ആവശ്യമായത് നമ്മൾ കൊടുക്കുക. അവരുടെ ഭക്ഷണം, ഒരു ദിവസത്തെ ഭക്ഷണം, ഒരു വർഷത്തെ ഭക്ഷണം, ഒരു കൊല്ലത്തെ ഭക്ഷണം, ഒരു മാസത്തെ ഭക്ഷണം, ഇങ്ങനെയൊക്കെ നമ്മളെല്ലാവരും, ഞാനിപ്പോ അതിനെ കുറിച്ച് വഴന്ന് പറയില്ല, സാമൂഹികമായിട്ട് ഇങ്ങനെ പറഞ്ഞു വന്നപ്പോ സൂചിപ്പിച്ചു എന്ന് മാത്രം. അള്ളാഹു അതൊക്കെ ബറക്കത്തിലാക്കട്ടെ, അതൊക്കെ അള്ളാഹു ഒരു തടസ്സവും ഇല്ലാതെ നിലനിർത്തി തരട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യാൻ ഞാൻ പറയുന്ന കാര്യം എന്താണ്? ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ കാരുണ്യത്തിനും ആ സ്നേഹത്തിനും പരിപൂർണമായും നമ്മൾ അതിന് വിധേയരാണ്. അപ്പൊ സ്വാഭാവികമായും നമ്മുടെ സ്നേഹം തിരിച്ചു നൽകാൻ അല്ലാഹുവിന്റെ റസൂൽ അർഹനാണ്, നേടാൻ അല്ലാഹുവിന്റെ റസൂൽ അർഹനാണ്. കാരണം എന്താ? നിർലോഭമാണ് നമുക്കുള്ള സ്നേഹം. അത് വിചാരിക്കുന്നത് പോലെയല്ല. ഒരൊറ്റ കാര്യം ഞാൻ ഹദീസ് നിങ്ങളോട് പറയാം. സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ നബിയുടെ വീട്ടിൽ വന്നു. ആയിഷ ബീവിയുടെ വീട്ടിൽ ഒരിക്കൽ റസൂലുള്ളാഹി വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവിക്ക് തോന്നി ഇന്ന് നബിക്ക് വലിയ സന്തോഷമാണല്ലോ. അത് നമുക്കൊക്കെ അറിയാം. ഭർത്താവ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരൻ എപ്പോഴും ഒരേ മുഖമായിരിക്കും അല്ല, അയാൾക്ക് ചിലപ്പോൾ ഭയങ്കര ദേഷ്യം ഉണ്ടാവും, ചിലപ്പോൾ അയാൾക്ക് സങ്കടം ഉണ്ടാവും. ചില ദിവസങ്ങളിൽ കാണാം ഭയങ്കര സന്തോഷമായി അല്ലേ? അപ്പൊ നമ്മളെന്നെ പറയൊരു കമന്റ് ചെയ്യും, നമ്മൾ തന്നെ ഇന്നെന്താ ഭയങ്കര സന്തോഷത്തിലാണല്ലോ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ സന്തോഷം കണ്ടപ്പോൾ നബി തിരുമേനിയോട് പറയുന്നു, നബിയേ അങ്ങിന്ന് വലിയ സന്തോഷത്തിലാണല്ലോ, അങ്ങിന്ന് എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുമോ? ആയിഷ റളിയല്ലാഹു അൻഹ ദുആ ചെയ്യാൻ പറഞ്ഞപ്പോ റസൂലുള്ളാഹി ആയിഷ ബീവിക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. അല്ലാഹ് ആയിഷ ബീവിയുടെ കഴിഞ്ഞു പോയ ദോഷങ്ങൾ പൊറുക്കണേ, വരാനിരിക്കുന്ന ദോഷങ്ങൾ പൊറുക്കണേ, രഹസ്യമായി ചെയ്തത് പരസ്യമായി ചെയ്തതൊക്കെ നീ പൊറുക്കണേ. اللهم اغفر لعائشة ما تقدم من ذنبها وما تأخر وما أسرت وما أعلنت. ആയിഷ രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതുമായ എല്ലാ ദോഷങ്ങളെയും നീ പൊറുക്കണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുകയാണ്. അപ്പൊ ആയിഷ ബീവിക്ക് അങ്ങോട്ട് സന്തോഷായി.